കോട്ടയം കറുകച്ചാലിന് സമീപം ചമ്പക്കരയിൽ കാർ തോട്ടിൽ വീണ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. എറണാകുളം രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. ജോസി ബാബു ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ജോസി, എങ്ങനെയാണ് ഈ അപകടമുണ്ടായതെന്ന് പറയാമോ? ജോസി ബാബു ഉണ്ട് അപകട സ്ഥലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ജോസി, ഇപ്പോൾ കാർ തോട്ടിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടോ? എന്താണ് നാട്ടുകാർ ഈ അപകടത്തെ പറ്റി പറയുന്നത്? ആരതി, ഈ അപകടം നടന്ന കറുകച്ചാലിന് സമീപമുള്ള ചമ്പക്കര ആശ്രമമ്പടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം. ഈ കാറ് ഈ തോട്ടിലേക്ക് പതിഞ്ഞു കിടക്കുന്നത് കാണാം. 25 അടിയോളം താഴ്ചയുള്ള തോട്ടിലേക്കാണ് കാറ് മറിഞ്ഞത്. കറുകച്ചാൽ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോയ എറണാകുളം രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. 4 മണിയോട് കൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ പങ്കുവച്ചിരുന്നു. അവർ പറയുന്നത് അപകടം നടന്നതിന് ഉടൻ തന്നെ പലരും ഓടിയെത്തി ജനൽ ചില്ലുകൾ പൊട്ടിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ പല ആളുകളും അടിയിൽ കുടുങ്ങിക്കിടക്കുകയും ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവരെ പുതുപ്പള്ളിക്ക് സമീപമുള്ള മന്ദിരം ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും 5 പേരിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി. എറണാകുളം സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ചില ആളുകൾ കന്നഡ സംസാരിച്ചിരുന്നതായും അപകടത്തിൽപ്പെട്ട ആളുകൾ സംസാരിച്ചിരുന്നതായും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വദേശം എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല കൃത്യമായി. മറ്റ് പരിക്കേറ്റ 4 പേരുടെയും പരിക്കുകൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അവരെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കറുകച്ചാൽ പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി ഇവിടെ മേൽനടപടികൾ സ്വീകരിച്ചിരുന്നു. സമീപത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരുമൊക്കെയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം. ജോസി നേരത്തെ പറഞ്ഞതനുസരിച്ച് അതൊരു പ്രധാന പാതയാണ്. അവിടെ ഈ തോടിനടുത്ത് ഒരു സംരക്ഷണ ഭിത്തിയോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ബോർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ തോട്ടിൽ സമാനമായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ? ചേട്ടാ, ഇവിടെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണോ? ഇപ്പോൾ ഇവിടെ ഈ സുരക്ഷാ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. ഈ പ്രശ്നമാണ് കൂടുതലായിട്ടുള്ളത്. റോഡ് നമ്മൾ കാണാം, അവിടെ ഇരുത്തിയിട്ടുണ്ട് റോഡ്. അവിടെ ഇപ്പൊ ഈ വർഷം തന്നെ 6ാമത്തെ അപകടമാണ്. ഒരു വളവും അതോടൊപ്പം തന്നെ താഴ്ചയും. റോഡ് ഒരു സൈഡിലേക്ക് ഇരുത്തിയിരിക്കുക. വരുന്ന വണ്ടികൾ ആ സൈഡിലേക്ക് പാളിപ്പോകും. സൂചനാ ബോർഡും ഒന്നുമില്ല. ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. PWD കൊടുത്തതാണ്. ആരും ഉത്തരവാദിത്തക്കാരും ഇല്ല. ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നുമില്ല. സംരക്ഷണ വേലിയാണെങ്കിലും കാര്യമായില്ല. ഇത് സംരക്ഷണ വേലി ഇല്ല. ഇത് ഇപ്പോൾ ഒരു സ്ലാവ് മാത്രം വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജോസി ബാബുവാണ് അപകട സ്ഥലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം കറുകച്ചാലിന് സമീപമാണ് ചമ്പക്കരയിൽ അപകടമുണ്ടായത്. ഈ തോടിന് സമീപം ഒരു സംരക്ഷണ ഭിത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെയും ഈ വർഷം ഇത് 6ാമത്തെ അപകടമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീണ്ടും ഫാസ്റ്റ് ന്യൂസിലേക്കാണ്.